ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഈ ചൂട് സമയത്ത് നല്ലൊരു സർബത്ത് കുടിക്കാനായിട്ട് ഇഷ്ടമില്ലാത്ത ആരുണ്ടാവില്ല അല്ലേ? അപ്പോൾ നമ്മളിന്ന് വീട്ടിൽ തന്നെ നറുനീണ്ടി സിറപ്പ് അഥവാ നന്നാറി സിറപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കാൻ പോണേ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാം. അന്നേരം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സിറപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് സർബത്ത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യണേന്ന് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 60 ഗ്രാം നറുനീണ്ടി അഥവാ നന്നാറിയാണ് എടുത്തിരിക്കണേ. ഇത് ചെറിയുടെ റൂട്ട് പോർഷനാണ് കേട്ടോ, വേരാണ്. നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, ഈസി ആയിട്ട് അവൈലബിൾ ആണ്. വലിയ വിലയുമില്ല. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പൊടിയും അഴുക്കും ഒക്കെ ഉണ്ടാവും, റൂട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം, മുങ്ങിക്കെടുക്കാൻ പാകത്തിന് വെള്ളം ഒഴിക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് അരിയൊക്കെ കഴുകുന്ന പോലെ കൈകൊണ്ട് തിരുമ്മി കഴുകുക. അപ്പോൾ നോക്കിയ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ആ പൊടിയും അഴുക്കൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു വട്ടം കഴുകിയാൽ പോരാ, നമുക്ക് ഈ വെള്ളം കളഞ്ഞിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് മാറി മാറി അങ്ങനെ ഒരു 2-3 വട്ടം വെള്ളം ഒഴിച്ച് മാറി മാറി കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് ആ വെള്ളം കളഞ്ഞ് ഇതുപോലെ എടുക്കാം. കണ്ടോ, ഇതിപ്പോൾ അത്യാവശ്യം വൃത്തിയായിട്ടുണ്ട്, പക്ഷേ ഇത് പോരാ. ഇനി ഇതിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. അങ്ങനെ വെള്ളത്തിന് അളവൊന്നുമില്ല കേട്ടോ, ഇത് ഫുള്ളായിട്ട് മുങ്ങിക്കിടക്കണം. അപ്പോൾ അത്രയും പാകത്തിനുള്ള വെള്ളം ഒഴിക്കാം. എന്നിട്ട് ഒരു അരമണിക്കൂർ നേരത്തേക്ക് നമുക്കിതിങ്ങനെ കുതിർത്ത് വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള അഴുക്കും പൊടിയും കൂടിയിട്ട് ഇളകി വരും. നമ്മൾ ചുമ്മാ 2-3 വട്ടം കഴുകുമ്പോഴൊന്നും ആ ഫുള്ളായിട്ടുള്ള അഴുക്ക് പോവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കണത്. അപ്പോൾ അരമണിക്കൂർ ഇത് നമുക്ക് മൂടി വയ്ക്കാം, ഈ സോക്കായിട്ടിരിക്കട്ടെ. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നോക്കിയാൽ നമ്മൾ നേരത്തെ കഴുകി കുട്ടപ്പനാക്കിയ ആളാണ്. വീണ്ടും കണ്ടോ അഴുക്ക്. അപ്പോൾ ഈ വെള്ളം നമുക്ക് കളയാം. എന്നിട്ട് ഒരു വട്ടം കൂടി ലാസ്റ്റായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. ഇനി ഇത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് മിക്സിയിലാണ് ഇടിച്ചെടുക്കണത്. പിന്നെ വേറെ നമുക്കൊരു ഓപ്ഷൻ ഉള്ളത്, നമ്മൾ ചെറിയ ഇടികല്ലില്ലേ, നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കണം, ചെറിയ ഇടികല്ലിലിട്ടിട്ട് ചതച്ചെടുക്കാൻ പറ്റും നമുക്ക്. അത് ഇത്തിരി പാടാണ് കേട്ടോ, ഇടിച്ചിടിച്ച് നമ്മുടെ കൈ കുഴയും. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് 2-3 വട്ടം കറക്കിയെടുത്താൽ മതി. വല്ലാണ്ട് പൊടിഞ്ഞൊന്നും കിട്ടണ്ട കേട്ടോ. നമുക്ക് കണ്ടോ, ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് വന്നാൽ മാത്രം മതി. എല്ലാം പെർഫെക്റ്റായിട്ട് ഒരുപോലെ ചതയണം പൊടിയണം അങ്ങനെയൊന്നുമില്ല. ഒത്തിരി അങ്ങോട്ട് പൊടിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് ലാസ്റ്റ് അരിച്ചെടുക്കുമ്പോൾ ഭയങ്കര പാടായിരിക്കും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി ഈ സിറപ്പ് റെഡിയാക്കാനായിട്ട് നമുക്ക് അത്യാവശ്യം വിസ്താരവും കുഴിയൊക്കെ ഉള്ള ഒരു പാത്രം എടുക്കാം, ഒരു ചരുവ് എടുക്കാം. അതിപ്പോൾ എങ്ങനത്തെ ചരുവാണെങ്കിലും കുഴപ്പമില്ല, പ്രശ്നമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് കുഴിയുള്ള നോൺ സ്റ്റിക്ക് പാനൊക്കെ ആണെന്നുണ്ടെങ്കിലും എടുക്കാം. ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾ കറിയൊക്കെ ഉണ്ടാക്കണ പാനാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മസാലപ്പൊടിയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു സ്മെൽ ഉണ്ടാവില്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ചരുവം വെച്ചിട്ടുണ്ട്. ഞാനിതിപ്പോൾ തീ ഓൺ ചെയ്തിട്ടില്ല, ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം സാവധാനത്തിൽ ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാനിപ്പോൾ 4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കാൻ പോണത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml മെഷർമെൻറ്റ് കപ്പാണ് കേട്ടോ. അപ്പോൾ 4 കപ്പ് പഞ്ചസാര ചേർത്തു. ഇനി ഇതേ സെയിം കപ്പിൽ തന്നെ നമുക്ക് 5 കപ്പ് വെള്ളം ചേർക്കാം. ഇനി ഇതിലേക്ക് 4 ചെറിയ ഏലക്ക ജസ്റ്റ് ചതച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പോട്ട്സ് ഒന്ന് ഓപ്പൺ ചെയ്തിട്ടോ ചേർക്കാം. ഈ ഏലക്ക നമ്മൾ ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രമാണ് കേട്ടോ ചേർക്കണത്. അങ്ങനെ ഏലക്കയുടെ മണമൊന്നും അങ്ങനെ കാര്യമായിട്ട് മുന്തി നിൽക്കത്തൊന്നുമില്ല. പിന്നെ നേരത്തെ നമ്മൾ നറുനീണ്ടി മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടില്ലേ, അപ്പോൾ അന്നേരം അതിൻ്റെ കൂടെ ഇട്ടിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഏലക്ക ചതച്ചെടുക്കാം കേട്ടോ. അതിൻ്റെ കൂടെ ഇട്ടിട്ടും ചതച്ചെടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ഇപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്തിട്ട് അങ്ങനെ ഇട്ടാലും മതി. അപ്പോൾ ഇനി നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള നറുനീണ്ടി ഇതിലേക്ക് ചേർക്കാം. ഒരു നീളമുള്ള തവി എടുത്ത് വയ്ക്കാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. നമുക്കൊരു മീഡിയത്തിനും ഹൈനും ഇടയ്ക്കുള്ള ഫ്ലെയിമിൽ വെക്കാം. ഇത് അടിപിടിക്കുകയോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. നമുക്ക് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കാം. ഇത് ഇത്രയും വെള്ളം തിളച്ച് വരണ്ടേ. അപ്പോൾ അടിയിൽ ഓൾറെഡി പഞ്ചസാര കിടപ്പുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് സമയത്തേക്ക് പഞ്ചസാര ഒന്ന് അലിയണ അത്രയും സമയത്തേക്ക് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൂടെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് ചൂടായിട്ട് അതൊന്ന് അലിഞ്ഞ് വരട്ടെ. ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉള്ള ഒരു സാധനമാണ് കേട്ടോ ഈ നറുനീണ്ടി. നിങ്ങൾക്ക് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ അതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലെങ്തി ആയി പോവും. അപ്പോൾ അറിയാൻ ആഗ്രഹമുള്ളവർ നറുനീണ്ടിയെക്കുറിച്ച് സെർച്ച് ചെയ്തോളൂ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ സ്മെല്ലാണ്. ഇത് നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് കവർ തുറക്കുമ്പോൾ തന്നെ, പാക്കറ്റ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ സ്മെല്ല് മനസ്സിലാവും. ഒരു കുത്തണ സ്മെല്ലൊന്നും അല്ല കേട്ടോ, നമുക്ക് നല്ല ഒരു ഫീൽ ഗുഡ് ആയിട്ടുള്ള സ്മെല്ലാണ്. അപ്പോൾ ഇതിവിടെ നന്നായിട്ട് തിളപ്പിക്കാം. കുറച്ച് കഴിയുമ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വരും, ഇത് കുറുകി തുടങ്ങും. നറുനീണ്ടിയുടെ കളറൊക്കെ വെള്ളത്തിലേക്ക് വരും. ഇത് ഇനി തിളച്ച് കുറച്ച് നേരം കഴിയും തോറും വെള്ളം നല്ല ഡാർക്കായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നോക്കി വെള്ളം തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വെള്ളം തിളച്ച് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. കൂടെ മിക്സ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല, കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഇനി ഒരു 20-25 മിനിറ്റ് നേരത്തേക്ക് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തിളപ്പിക്കണം.
എന്നാലാണ് ഇത് നല്ലോണം കുറുകി ഈ നറുനീണ്ടിയുടെയൊക്കെ സത്ത് ഇതിലേക്ക് ഇറങ്ങി നല്ല ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇത് വരുള്ളൂ. ഇത് തിളച്ച് വരുമ്പോൾ ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്തൊരു സ്മെല്ലാണ് കേട്ടോ. ആദ്യമേ നല്ല സ്മെല്ലാണ്, തിളച്ചും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട. നമ്മൾ കിച്ചൺ ഫുള്ള് ഒരു റൂം ഫ്രഷ്നറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളൊരു എഫക്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പഞ്ചസാര ചേർത്ത സമയത്ത് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ചേർക്കുന്ന പഞ്ചസാര ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പഞ്ചസാര നോക്കിയിട്ട് ചേർക്കാൻ ശ്രമിക്കുക കേട്ടോ. കാരണം വേറൊന്നുമല്ല, അത്ര നല്ല ക്വാളിറ്റി അല്ലാത്ത പഞ്ചസാരയൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറേ അഴുക്ക് കാണും. അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ അതൊക്കെ പൊന്തി വരികയും ചെയ്യും. അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ട് നമ്മൾ പിന്നെ വേറെ സ്റ്റെപ്പൊക്കെ ചെയ്യേണ്ടി വരും. നല്ല ക്വാളിറ്റി ഉള്ള പഞ്ചസാര എടുക്കുമ്പോൾ അധികം അഴുക്കൊന്നും അതിലുണ്ടാവില്ല. നമുക്ക് അരിച്ച് മാറ്റുമ്പോൾ പോണ അഴുക്കൊക്കെ കാണുള്ളൂ. ടേസ്റ്റും നല്ലതായിട്ട് വരും. അപ്പോൾ ഇതിപ്പോൾ ഓൾമോസ്റ്റ് കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. വെള്ളം വറ്റി വരണം, എന്നാലാണ് അത് കുറുകാൻ തുടങ്ങുക. ഇപ്പോൾ കളറൊക്കെ നല്ല ഡാർക്കായിട്ട് ഒരു തേനിൻ്റെ ഒക്കെ കളറായിട്ട് വന്നിട്ടുണ്ട്. ഒരു 25 മിനിറ്റ് നേരം തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയൊക്കെ പക്ക മാറിയിട്ട് കുറച്ച് കട്ടിയായി തുടങ്ങും. ഭയങ്കര കട്ടിയല്ല, തേനിൻ്റെ അത്രയും കട്ടിയൊന്നും വേണ്ട, അത്രയ്ക്കൊന്നും കട്ടിയാക്കണ്ട. പക്ഷെ എന്നാലും നമുക്കത് ഇളക്കുമ്പോൾ തന്നെ ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. അപ്പോൾ ഇത് കട്ടിയായി വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നല്ല ചൂടിലിരിക്കുകയാണ്, നല്ല തിളച്ചിരിക്കുകയാണ്. നമുക്കിതൊന്ന് മൂടി വെക്കാം. അന്നേരത്തേക്ക് ആ നറുനീണ്ടിയുടെ സത്തെല്ലാം ഫുള്ളായിട്ട് വെള്ളത്തിലേക്ക് ഇറങ്ങും. ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു അരമണിക്കൂറോളം ഞാനിത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ചൂട് കംപ്ലീറ്റ് ആയിട്ടൊന്നും മാറിയിട്ടില്ല. അപ്പോൾ ഇനി നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ അരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഒരു പ്രാവശ്യം അരിച്ചാൽ പോരാ, ഒരു 2-3 വട്ടമൊക്കെ ചിലപ്പോൾ അരിക്കേണ്ടി വരും. എന്നാലാണ് ഇതിൻ്റെ പൊടികളെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ 2 വട്ടം അരിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെയാണ് ഇരിക്കണത്. ഇനി ഇത് ഇരുന്ന് കഴിഞ്ഞിട്ട് ഒന്നും കൂടി ഒന്ന് കുറുകും, ഒന്നും കൂടി ഒന്ന് അതിൻ്റെ കൺസിസ്റ്റൻസി മാറ്റം വരും. ഇപ്പോഴും ഇതിൻ്റെ സ്മെല്ലിന് യാതൊരു കുറവുമില്ല, ഒട്ടും അനോയിങ് അല്ലാത്ത നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ നറുനീണ്ടി സിറപ്പ് അഥവാ നന്നാറി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ചില്ലിൻ്റെ ബോട്ടിലേക്ക് ഒഴിച്ച് വെക്കാം. പ്ലാസ്റ്റിക് ബോട്ടിലാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എന്നാലും നല്ലത് ചില്ലിൻ്റെ ബോട്ടിലാണ്. അടപ്പുള്ളൊരു ബോട്ടിലായിരിക്കണം. എന്നിട്ട് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇത് ഫ്രിഡ്ജിലിരുന്നോളും. കുറച്ച് നാളൊക്കെ ഇത് വെളിയിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷെ എന്നാലും ബെറ്റർ ഫ്രിഡ്ജിൽ വെക്കുന്നത് തന്നെയാണ് കേട്ടോ. തണുത്തിരിക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതല്ലേ. അപ്പോൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത, കളറൊന്നും ചേർക്കാത്ത നല്ല ശുദ്ധമായിട്ടുള്ള ഹോം മെയ്ഡ് നന്നാറി സിറപ്പ് അഥവാ നറുനീണ്ടി സിറപ്പ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സർബത്തൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നറുനീണ്ടി സിറപ്പ് വെച്ചിട്ടുള്ള നാരങ്ങ വെള്ളം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ഗ്ലാസ്സിനകത്ത് ഏകദേശം ഒരു അരനാരങ്ങയോളം പിഴിഞ്ഞത് ഒഴിക്കാം. കുറച്ച് ഐസ് ക്യൂബ്സ് ഇടാം. വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുള്ള സബ്ജ സീഡ്സ് ഇടാം. സബ്ജ സീഡ്സ് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർക്കാം. നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച്, ആവശ്യാനുസരണം നിങ്ങളെടുക്കുന്ന ഗ്ലാസിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് നിങ്ങൾക്ക് സിറപ്പ് ചേർക്കാം. അത് 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ. ഇനി ഐസ് വാട്ടർ ചേർക്കാം. നല്ല പോലെ മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് പുതിന ലീവ്സൊക്കെ ക്രഷ് ചെയ്തിട്ട് ഇടാം കേട്ടോ, അതും നല്ല ടേസ്റ്റാണ്. ആ നന്നാറിയുടെ ടേസ്റ്റും ആ ഒരു ഫ്രഷ്നെസ്സും തണുപ്പും എല്ലാം കൂടി അടിപൊളിയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്സൊക്കെ എന്നെ അറിയിക്കുക. കമൻറ്റ് ചെയ്യുക താഴെ, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാ പ്രാവശ്യം പറഞ്ഞ പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക, ഓൾ എന്നുള്ള ഓപ്ഷനിലും കൂടിയിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.